ദിഹിയത്തുൽ കൽബി എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങളിൽ സാദൃശ്യമുണ്ടായിരുന്നു എന്നേ കിട്ടൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാലിഖിൽ ഏകനായതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖിൽ ഏകനാണ്. അങ്ങനത്തെ ഒരു മഖ്ലൂഖ് വേറെയില്ല. വിശ്വസിച്ചേ പറ്റൂ. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുന്നത്, സലാമത്തിന്റെ വഴികൾ തുറക്കപ്പെടുന്നത്. ആത്മഹർഷം തുടികൊട്ടുന്ന ഖിയാമത്ത് നാളിലെ ഏക പ്രതീക്ഷയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഫാഅത്ത് എന്നൊന്നും പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഷഫാഅത്ത് ചില്ലറ കാര്യമൊന്നുമല്ല. ഷഫാഅത്തുൽ ഉളമയാണ് ഏറ്റവും വലിയ ഷഫാഅത്ത്. വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു കാരണവശാലും ഉമ്മയാവാൻ കഴിയില്ല. ഉമ്മക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പയാവാൻ കഴിയില്ല. രണ്ടും കൂടി ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ് സല്ലല്ലാഹു. എന്തേ ഫാത്തിമ ബി വാപ്പാനെപ്പാന്ന് വിളിക്കാഞ്ഞ്? യാ റസൂലല്ലാഹ് എന്നാ വിളിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബി വാപ്പാനെ യാ റസൂലല്ലാഹ് എന്നാ വിളിച്ചത്. എന്തേ കാരണം? റിസാലത്ത് എന്നത് വാപ്പ ഉമ്മ എന്നതിന്റെ മേലെയാണ്. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ മനസ്സറിഞ്ഞല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മദീനത്തെ റൗള ശരീഫ് ഇങ്ങനെ കണ്ടിട്ട് ചൊല്ലി. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നാണ്. മുഅ്മിനീങ്ങളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഫുസ് എന്നതിന് ഏറ്റവും നല്ല അർത്ഥം ജീവൻ എന്നാണ്. ജീവനേക്കാൾ അടുത്താണ്. ജീവനേക്കാൾ അടുത്തു നിൽക്കാൻ സ്നേഹത്തിന് മാത്രമേ കഴിയുള്ളൂ, വേറൊന്നിനും കഴിയില്ല. ജീവനേക്കാൾ അടുത്തു നിൽക്കാൻ സ്നേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ജീവനെ നമ്മൾ പലർക്കും സമർപ്പിക്കും. മരിച്ചാലും വേണ്ടില്ല അന്നെ ഞാൻ കഴിച്ചിലാക്കും എന്ന് പറയാം. ജീവനെ പലർക്കും സമർപ്പിക്കാം. ജീവനും അപ്പുറം ചില സമർപ്പണങ്ങളുണ്ട്. അതാണ് മുഹമ്മദ് നബിക്ക് വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യമായിട്ടും നിങ്ങൾ ആലോചിക്കും. നമുക്ക് നമ്മളെ അമ്മാനേക്കാൾ നമ്മളെ വാപ്പാനേക്കാൾ നമ്മളെ അമ്മാക്കും വാപ്പാക്കും അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബറിന് സ്വർഗമാക്കട്ടെ. ഞമ്മക്ക് നമ്മളെ അമ്മാനേക്കാൾ വാപ്പാനേക്കാൾ മക്കളെക്കാൾ ഭാര്യയേക്കാൾ പ്രധാനപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത്, സ്നേഹമുള്ളത് മുഹമ്മദ് നബിയോട് തന്നെ ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പിയും മീം നമ്മളെ ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് കൊടുന്നവരാണ്. ആദം നബി ഹവ്വ ബീവി. മുഹമ്മദ് നബി നമ്മളെ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ അവസാനത്തെ വഴി നോക്കും. നിങ്ങളുടെ അമലുകൾ എനിക്കെന്നും രാവിലെയും വൈകുന്നേരവും വെളിവാക്കപ്പെടുന്നതാണെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതാണെന്നും മുഹമ്മദ് മുസ്തഫ. നമ്മളെ കുരുത്തക്കട ആരും അറിയണില്ല എന്നല്ലേ നമ്മൾ വിചാരിച്ചത്? അറിയുന്ന ഒരാളുണ്ട്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ അമലുകൾ എനിക്ക് എന്നും രാവിലെയും മുഹമ്മദ് നബിയിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ അമൽ എന്നും രാവിലെയും വൈകുന്നേരവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതിയാവും. കാണുന്നുണ്ട്. എന്നിട്ടോ നമ്മളെ അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് കച്ചറുണ്ടാക്കി ഒരു പ്രാവശ്യം വാപ്പ പോയിട്ട് മദ്യം പറയും, എന്റെ കുട്ടിയുടെ അറിയാതെ പറ്റിപ്പോയതാണ്, നിങ്ങൾ സാരാക്കണ്ട. അതേ കുരുത്തക്കള് രണ്ടാമട്ടം കാട്ടിയാലേ വാപ്പ പറയും ഇന്നെ കിട്ടൂല എന്റെ ഈ പരിപാടിക്ക് എന്ന് പറയും. പെരടിക്ക് 4 അടിയൊക്കെ തന്നെ. അങ്ങനെയൊക്കെ ആയാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി മദ്യം പറയും. അതേ കുരുത്തക്കള് മൂന്നാമട്ടം കാട്ടിയാലേ എന്റെ വാളപ്പുകൾ കടന്നുണ്ടായി കണ്ട എന്റെ കാല് ഞാൻ കൊത്തി മുറിച്ചു എന്ന് പറയും. കുരുത്തക്കട് മാത്രം കാട്ടിയിട്ട് എന്നും രാവിലെയും വൈകുന്നേരവും ഞമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട് മുഹമ്മദ് നബീൻ
വാപ്പ ചെയ്യൂല കാര്യം. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് പാടിക്കാണി. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സിറാത്ത് പാലം കടക്കുന്നതിന്റെ മുമ്പ് വാപ്പ മക്കളെ തിരിഞ്ഞു നോക്കൂല, ഒരു കാരണവശാലും നോക്കൂല. മക്കൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കുകയില്ല. പാലം കടന്നിട്ടേ നോക്കുള്ളൂ. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കുന്ന ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി. വേറെ ആരും നോക്കൂല, ഒരു പ്രതീക്ഷയും വേണ്ട, ആരും നോക്കൂല. എല്ലാരും പാലം കടന്നിട്ട് പടച്ചോനെ എൻ്റെ വാപ്പയുടെ അമ്മയുടെ നോക്കും. പാലം കടക്കും എങ്ങനെ ചുരുക്കി കൂട്ടിയാലും സിറാത്ത് പാലം 50,000 കൊല്ലണ്ടാവും. കാരണം നരകത്തിൽ വീണ അവസാനത്തെ മനുഷ്യനും കയറിയതിനു ശേഷമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ 80,000 കൊല്ലാണെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ചുരുക്കി കൂട്ടിയാലും സിറാത്ത് പാലം 50,000 കൊല്ലണ്ടാവും. അരമണിക്കൂർ ഒരാളെ കാത്തിക്കാൻ പറ്റും. 10 മിനിറ്റ് വൈകിട്ട് നമ്മൾ അശ്രക്കയും ചെല്ലി പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെല്ലും. ഞാൻ ചെയ്തത് മോശമാക്കി പറഞ്ഞല്ല, നമുക്ക് അരമണിക്കൂർ ഒരാളെ കാത്തിക്കാൻ കഴിയില്ല. 50,000 കൊല്ലം നമ്മളെ കാത്തിട്ട് നിൽക്കാൻ വാപ്പാക്ക് പറ്റൂല. ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞങ്ങൾ ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ പറഞ്ഞതാണ്. ഉമ്മാക്ക് പറ്റൂല. അത് വാപ്പയും ഉമ്മയും സ്വർഗത്തിലാണെങ്കിൽ പോലും സിറാത്ത് പാലം കടന്നതിന് ശേഷം മാത്രമേ നോക്കുള്ളൂ. മക്കൾ മാതാപിതാക്കളെ പാലം കടന്നതിന് ശേഷമാണ് നോക്കുന്നത്. പാലം കടക്കുന്നതിന് മുമ്പ് തിരിച്ചു നിൽക്കുന്ന ഒരു സഹാബി വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നാളെ മഹ്ശറയിൽ വെച്ച് നിങ്ങളൊന്ന് കാണണം, ഇനി ഞാൻ എവിടെ നോക്കേണ്ടത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് എന്നെ കാണാം. അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ നബിയെ ഞാൻ എവിടെയാ നോക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, അത് തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്തുനിന്ന് കാണാന്ന് പറഞ്ഞു. ആ സഹാബി ചോദിച്ചു, അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ഹൗദുൽ കൗസർ എന്ന വെള്ളം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാം സ്വഹാബ. അള്ളാന്റെ റസൂലേ, പൊന്നാര നബിയേ, എനിക്ക് നാളെ മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ. അവിടെ വെച്ചും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ? അപ്പൊ പറഞ്ഞു സഹാബ, സിറാത്ത് പാലം കിടക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ എന്നെ കാണാതെ പോകൂല സഹാബ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹ്. എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞാൽ അവസാനത്തെ പ്രതീക്ഷ മുഹമ്മദ് നബിയാണ്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ. ഹുബ്ബ് കൊണ്ട് നീ റബ്ബിൽ വിലയം കൊണ്ടെങ്കിൽ ജന്മം പലിത്തടോ. ഹുബില്ലാതെ നീ രണ്ട് ലോകം തുലച്ച് കളയുന്നതെന്തടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു നമ്മളെല്ലാരെയും ആശിഖ്യങ്ങളിൽ ചേർത്ത് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജിനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത്
وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും ഒരുമിച്ച് കൂടിയതും എല്ലാം നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ വക്കൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ കാരണമായി ഞങ്ങളാരെയും നീ ശിക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെല്ലാവരെയും സലാമത്തിന്റെ അധികാരിൽ പെടുത്തണേ അല്ലാ. സമ്പൂർണ്ണ ഈമാനോടുകൂടെ മൗത്താകുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ദുആ ചെയ്യാൻ പറഞ്ഞവര് ഉമ്മാപ്പമാര്, ഉസ്താദുമാര്, ബന്ധുക്കള്, അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവര് എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, ബന്ധുജനങ്ങൾ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളെ സഹായിച്ചവർ എല്ലാവരുടെയും ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ,